എന്നിട്ട് കള്ളത്തരം പൊളിഞ്ഞു വന്ന് അപ്പുക്കുട്ടിന് മനസ്സിലായോ? എവിടെ മനസ്സിലാവാൻ, എന്റെ ഉത്തരവാദിത്വം കുറെ കൂടി സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിരിക്കുക കക്ഷി. ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്നോ മടങ്ങുന്നോ? ശ്രീബുദ്ധന്റെ നാട്ടിൽ കുറച്ച് സ്നേഹവും കരുണയും ഒക്കെ ആയിട്ട് അശ്വതിയോടൊത്ത് കഴിയാമെന്ന് വിചാരിക്കുന്നു. അത്രയ്ക്ക് ത്യാഗമൊന്നും വേണ്ട. നിർബന്ധമാണെങ്കിൽ ശ്രീബുദ്ധനെ പോലെ ഇവിടെ അങ്ങ് ഒറ്റയ്ക്ക് കഴിഞ്ഞോ? അവൻ എന്താ അശ്വതിയോട് കുശുകുശുക്കുന്നു? എനിക്കിട്ട് പാരവണിയാണോ? എന്റെ റിസർച്ച് കഴിഞ്ഞാ നാട്ടില് സെറ്റിൽഡ് ആവാനാ ഡാഡിയുടെ പ്ലാൻ. അശ്വതി ഇല്ലെങ്കിൽ പിന്നെ അശോകൻ എന്തിനാ നേപ്പാളിൽ നിൽക്കുന്നത്? ഞാനും വരാം. നേപ്പാൾ ഉപേക്ഷിച്ച് വരാൻ അമ്മായി തയ്യാറാകുമോ? കേരളം മമ്മിക്ക് ഇഷ്ടപ്പെടുമോ? പോയിരിക്കല്ലേ, ഒരു മാസം തങ്ങിയിട്ട് വരുമ്പോ അറിയാലോ കേരളത്തെ പറ്റി മമ്മിയുടെ ഒപ്പീനിയൻ. കേരളത്തിൽ പോയോ? അമ്മായിയുടെ അനിയത്തിയുടെ കല്യാണ നിശ്ചയത്തിന് പോക്കറയ്ക്ക് പോയെന്നാണല്ലോ അപ്പുക്കുട്ടൻ പറഞ്ഞത്. അപ്പുവേട്ടനോട് അങ്ങനെ മനഃപൂർവ്വം പറഞ്ഞതാ. സുമതി അമ്മായിക്ക് കത്തിട്ടിട്ട് മറുപടി കാണാതായപ്പോ ഡാഡിക്ക് ടെൻഷനായി. അതാ പെട്ടെന്ന് പോയത്. ഓ, കുട്ടിമാമ ഞാൻ വിചാരിച്ചതുപോലല്ല. യഥാർത്ഥ അശോകൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ മാത്രം പോയതാണോ അതോ കല്യാണക്കാരിയും സംസാരിക്കും? എന്റെ അശോകനെ ഞാൻ കണ്ടുപിടിച്ചെന്ന് ഡാഡിക്ക് ഇന്നലെ എഴുതിയിട്ടുണ്ട്. വീട്ടിലേക്ക് വരുന്നില്ലേ? കുട്ടിമാമയല്ലേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. അമ്മാവൻ തന്നെ വന്ന് വിളിക്കട്ടെ. അപ്പോ നാളെ തിരികെ വെച്ച് കാണാം. ഒറ്റയ്ക്ക് പോരുത്, ഞാനും കൂടെ വരാം. പോയോ? ഇനി പെടലില്ലേ? ഈ തമാശ പറയാനാണോ അശ്വതി രാവിലെ എന്നെ തിരക്കി ഇറങ്ങിയത്? ഇത് തമാശയല്ല അശോകേട്ടാ, ഒരു സാധാരണ കുട്ടിയുടെ കഴുത്തിൽ കാണുന്നതല്ല ഈ മാല. ഉണ്ണിക്കുട്ടൻ ഒരു കൊച്ചു ദൈവം എന്നാണോ അശ്വതി പറഞ്ഞു വരുന്നത്? പിന്നെ ഒരു സ്പെഷ്യൽ മാലയായിട്ടുണ്ട് ദൈവം തെരുവിലിറങ്ങി നടക്കുകയല്ലേ? ഇവിടുത്തെ വിചിത്രമായ ആചാരങ്ങളെ കുറിച്ച് അശോകേട്ടന് അറിയാൻ വയ്യാത്തോണ്ടാ ആ കുട്ടിയുടെ കൈ പച്ച കുത്തിയിട്ടുണ്ടോ? പച്ച കുത്തിയിട്ടുണ്ട്. പേരെന്താന്ന് ചോദിച്ചോ? അത് ഏതാണ്ടൊരു വല്ലാത്ത പേരാ. ഏതാണ്ടൊരു പോച്ച എന്നോ റിംപോച്ച എന്നല്ലേ? അങ്ങനെ ഏതാണ്ടാ. മൈ ഗോഡ്, ആ കുട്ടി ഹുംല പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള ഏതോ മൊണാസ്ട്രിയിലെ ലാമയാവണം. ലാമ എന്ന് വെച്ചാ? വീട് എവിടെയെന്ന് ചോദിച്ചോ? വീട് ചോദിച്ചപ്പം ദൂരെ ഏതൊരു മലയിലേക്കാണ് അവൻ ചൂണ്ടിക്കാണിച്ചത്. ചിലപ്പോ നിന്ന് നിപ്പി അവനെ കാണില്ല. ഇപ്പൊ എവിടെയുണ്ട്? അവനിപ്പോ എന്റെ കൂടെ ഉണ്ട്. വാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്യാമറ എടുത്തിട്ട് വരാം. അമ്മച്ചി ഒന്ന് നിൽക്കണേ. തേരി एक लड़का एक लड़की ഇതുവഴി പോകുന്ന ദേഖി മറുക്കൻ ചൊല്ലിന. മരത്തിന്റെ മതി. അമ്മച്ചി നേപ്പാളിയാണെങ്കിൽ എരപ്പാളിയാണല്ലോ.
അശ്വതിക്ക് കാട്ടിൽ എന്താ കാര്യം? അവൾ ഒറ്റയ്ക്ക് കാട് കയറത്തില്ലല്ലോ. കൂടെ അവനും കാണും. അമൃഗം കാട്ടിവെച്ച് മനസ്സ് മാറ്റാനുള്ള പ്ലാനാണ്. നടക്കില്ല, നടക്കില്ല, നടത്തൂല. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. ആഹാ. അയ്യോ 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 എല്ലാരും കൂടി പിച്ച് ചീന്തിട്ടുണ്ടല്ലേ? അയ്യോ 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 എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. അയ്യോ പിടിച്ചടിക്കല്ലേ. അയ്യോ 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 ഞാൻ പാവമാണ്. എന്റെ അടുത്തേക്ക്. അയ്യോ എന്ത് എന്തത് ഏതാ? ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്ന നാട്ടിൽ നിന്ന് ഗോവിന്ദ കുരുക്കളുടെ പഠിച്ചുകൊണ്ട് വരായിരുന്നു. അയാളോട് വെറുതെ ഇരിക്കായിരുന്നു. അയ്യോ കോടാലി പെട്ടല്ലേ. ഞാൻ ചെയ്യണോ? അയ്യോ ചെയ്യാം 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 ചെയ്യാം. പിന്നെ അയ്യോ അയ്യോ ഏറ്റേ ചവിട്ട്. അയ്യോ പരീക്ഷിക്കല്ലേ. ഞാൻ എന്ത് വേണേലും പഠിച്ചോളാം. ആദിവാസിയോ ഓൾഡ് വാസിയോ എന്ത് വേണേലും ആകാം. അയ്യോ. കീ അറിയുമ്പോച്ചേ അപ്പുക്കുട്ടൻ പോടാ. പാരാ അമ്പത്തൻ. ആ